വടക്കിന്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ. 6-ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് കൊടിയേറ്റം. തളിപ്പറമ്പിന് ഉത്സവാന്തരീക്ഷത്തിൽ ആറാടിക്കുന്ന രാമകൃഷ്ണ ലീലകൾക്ക് വേദിയാകാൻ തൃച്ചംബരം ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾ പൂർവാധികം ഭംഗിയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഉത്സവാഘോഷ കമ്മിറ്റി. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ദീപാലങ്കാരം ഒരുക്കിയിട്ടുണ്ട്. 14 ദിവസമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറുള്ളത്. മാർച്ച് 6-ന് കൊടിയേറ്റവും 20-ന് കൂടിപ്പിരിയലും നടക്കും. മാർച്ച് 6 മുതൽ മാർച്ച് 20 വരെ വിവിധ ആഘോഷ പരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. ക്ഷേത്ര പരിസരത്തും കൊടിയേറ്റത്തിന് ശേഷം പൂക്കോത്തുനടയിലുമാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക. കൊടിയേറ്റ ദിവസം മഹാ അന്നദാനം നൽകും. ഇത്തവണ 10,000 പേർക്കുള്ള അന്നദാനം ഒരുക്കാനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഈ വർഷം പതിവിലും വ്യത്യസ്തമായി വിവിധ ഔദ്യോഗിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികളും ഗ്രീൻ പ്രോട്ടോകോൾ അടക്കമുള്ള നിരവധി ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ശുചിത്വ സേവനവുമായി ബന്ധപ്പെട്ട കർമ്മസേനകളും മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട തളിപ്പറമ്പിലെ മുഴുവൻ ജനങ്ങളെയും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രചരണ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും വ്യാപാരി വ്യവസായി സമൂഹത്തെ ആകെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വമ്പിച്ച ദീപാലങ്കാര മത്സരവും സംഘടിപ്പിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഉത്സവത്തോടനുബന്ധിച്ച് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പൂക്കോത്തുനടയിലും ഒട്ടേറെ കലാപരിപാടികൾ, പ്രമുഖ കലാസമിതികൾ, ഗായക സംഘം, ഇങ്ങനെ ഒട്ടേറെ സംഘടനകളുടെ വ്യക്തികളുടെ ആഭിമുഖ്യത്തിലൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി ഗംഗാധരൻ, സെക്രട്ടറി PV പ്രകാശൻ, TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാർ, ചാലിൽ രമേശൻ, MV വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.